സ്ത്രീകൾക്ക് മേലുള്ള അടിച്ചമർത്തലുകൾ തുടർന്ന് താലിബാൻ സർക്കാർ. സ്ത്രീകൾ ജോലി ചെയ്യുന്ന NGO-കൾ അടച്ചുപൂട്ടണമെന്ന നയമാണിപ്പോൾ താലിബാൻ സ്വീകരിച്ചതായി പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നതും. സ്ത്രീകൾ ജോലി ചെയ്യുന്ന രാജ്യത്തെ ദേശീയ അന്താരാഷ്ട്ര സർക്കാരിതര സ്ഥാപനങ്ങൾ അതായത് NGO അടച്ചുപൂട്ടണമെന്ന് താലിബാൻ അറിയിച്ചു. നേരത്തെ ഇസ്ലാമിക ശിരോവസ്ത്രം ശരിയായി ധരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് സർക്കാർ ഇവർക്ക് തൊഴിൽ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. 2 വർഷം പിന്നിടുമ്പോഴാണ് പുതിയ നടപടി വന്നിരിക്കുന്നതും. പുതിയ ഉത്തരവ് പാലിച്ചില്ല എങ്കിൽ NGO-കൾക്ക് അഫ്ഗാനിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് നൽകില്ല എന്നും താലിബാന്റെ സാമ്പത്തിക മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ദേശീയ അന്താരാഷ്ട്ര സംഘടനകൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും രജിസ്ട്രേഷൻ, ഏകോപനം, നേതൃത്വം, മേൽനോട്ടം എന്നിവയുടെ ഉത്തരവാദിത്തം തങ്ങൾക്കാണ് എന്നും മന്ത്രാലയം അറിയിച്ചു. താലിബാന് നേരിട്ട് നിയന്ത്രണമില്ലാത്ത ഇത്തരം സ്ഥാപനങ്ങളിലെ എല്ലാ സ്ത്രീ ജീവനക്കാരെയും ഉടനടി പിരിച്ചുവിടണമെന്നും എക്സിൽ പങ്കുവച്ച കത്തിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നു. താലിബാൻ ഇതിനോടകം സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ നിന്നും പല ജോലികളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. 6ാം ക്ലാസ് വരെ മാത്രമാണ് അഫ്ഗാനിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അനുവദിച്ചിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുൻപാണ് പുരുഷന്മാരുടെ മോശം പെരുമാറ്റം ഉണ്ടായേക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്ത്രീകൾ താമസിക്കുന്ന കെട്ടിടങ്ങളിലും അടുക്കളയിലും ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചുകൊണ്ട് താലിബാൻ വിചിത്രവാദം പുറത്തിറക്കിയതും. കഴിഞ്ഞ ദിവസവുമായിരുന്നു ഈ വിചിത്രവാദ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതും. അതും സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. സ്ത്രീകൾ പെരുമാറുന്ന സ്ഥലങ്ങൾ കാണുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് താലിബാൻ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതും. സ്ത്രീകളെ സ്വന്തം വീട്ടിലുള്ളവർ അല്ലാതെ മറ്റാരും കാണരുതെന്നു വേണ്ടിയാണ് പുതിയ നിയമം ഉണ്ടാക്കിയതും. സംഭവത്തിൽ സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അയൽക്കാർക്ക് സ്ത്രീകളെ കാണാൻ വിധം വീടുകളിലെ മതിലുകളും ഉയർത്തിക്കെട്ടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. സ്ത്രീകളെ അയൽക്കാരായ പുരുഷന്മാർ കാണുന്നത് അശ്ലീലമാണ് എന്നും താലിബാൻ പറയുന്നു. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ സ്ത്രീകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ ജനലുകൾ പാടില്ല എന്നും വീടുകളിലെ മുറ്റത്തും കിണറും അയൽവാസികൾക്ക് കാണാൻ സാധിക്കാത്ത വിധം മറച്ചു കെട്ടണമെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു. ജനലുകളുള്ള കെട്ടിടങ്ങൾ സീൽ ചെയ്യുമെന്നും അതിനാൽ പഴയ കെട്ടിടങ്ങളിൽ നിന്നും ജനലുകൾ നീക്കം ചെയ്യണമെന്നും താലിബാൻ വക്താവ് സാബിനുള്ള മുജാഹിദ് പറയുന്നു. അടുത്തിടെ ഒരു സ്ത്രീയുടെ ശബ്ദം മറ്റൊരു സ്ത്രീ കേൾക്കരുത് എന്ന തരത്തിൽ താലിബാൻ ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു ഉത്തരവുമായി താലിബാൻ രംഗത്തെത്തിയതും. അതേസമയം കഴിഞ്ഞ ദിവസമാണ് താലിബാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയത്. ഇറാനിൽ മോദി സർക്കാർ പണിത ചബഹാർ തുറമുഖത്തെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ രംഗത്ത് വന്നതും. ചൈനയ്ക്കും പാകിസ്ഥാനും താലിബാന്റെ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ഇത്. ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ച ചബഹാർ തുറമുഖത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നായിരുന്നു താലിബാൻ പ്രഖ്യാപിച്ചതും. മുംബൈയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായിരുന്നു ചബഹാർ തുറമുഖം. ഈ പാത ഇറാൻ വഴി അസർബൈജാനിലൂടെ റഷ്യയിലേക്ക് എത്തുന്നതാണ്. 400 കോടി രൂപ ചിലവിട്ടുകൊണ്ടായിരുന്നു ഈ തുറമുഖം ഇന്ത്യ നിർമ്മിച്ചതും. അതേസമയം 2021 ഓഗസ്റ്റിൽ താലിബാൻ സർക്കാർ അധികാരത്തിലെത്തിയതോടെ തന്നെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. ഈ ലിംഗവിവേചനത്തെ ഐക്യരാഷ്ട്രസഭ അപലപിക്കുകയും ചെയ്തിരുന്നു. താലിബാനിലെ പെൺകുട്ടികൾക്ക് പോസ്റ്റ് പ്രൈമറി വിദ്യാഭ്യാസവും നിരോധിക്കുകയും തൊഴിൽ ലഭ്യത പരിമിതപ്പെടുത്തുകയും അതുപോലെ തന്നെ പാർക്കുകളിലേക്കുള്ള മറ്റുള്ള പൊതുസ്ഥലങ്ങളിലേക്കും പ്രവേശനം തടയുകയും ചെയ്തിരുന്നു. സ്ത്രീകൾ പൊതുസ്ഥലത്ത് പാടുകയോ കവിതകൾ വായിക്കുകയോ ചെയ്യുന്നത് പോലും താലിബാൻ സർക്കാർ ഇസ്ലാമിക നിയമത്തിൽ കർശനമായി വിലക്കിയിരുന്നു. ഇതോടെ വീടിന് പുറത്ത് ശബ്ദം കേൾക്കുവാനോ മുഖം കാണിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവിടുത്തെ സ്ത്രീകൾ. താലിബാനിലെ ചില പ്രാദേശിക റോഡുകളിലോ ടെലിവിഷൻ സ്റ്റേഷനുകളിലും സ്ത്രീകൾ ശബ്ദം സംപ്രേഷണം ചെയ്യുന്നതും നിർത്തിയിരുന്നു. അതേസമയം അഫ്ഗാൻ സ്ത്രീകളോടെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ ഇസ്ലാമിക നിയമം ഉറപ്പാക്കുന്നു എന്നായിരുന്നു താലിബാൻ ഭരണകൂടം അവകാശപ്പെട്ടതും. കൂടാതെ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ലൈംഗിക അതിക്രമങ്ങൾ പതിവാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും അടിസ്ഥാനത്തിൽ പുതിയ റിപ്പോർട്ട് ഗാർഡിയൻ പുറത്തുവിട്ടിരുന്നു. താലിബാനെതിരെ പരസ്യമായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ അഫ്ഗാൻ മനുഷ്യാവകാശ പ്രവർത്തകർ നേരിട്ട അതിക്രമങ്ങളാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനമായി പറയുന്നതും. തടങ്കലിൽ കഴിയവേ തന്നെ താലിബാൻ പ്രവർത്തകർ ബലാത്സംഗത്തിന് ഇരയായതായും ഇതിന്റെ വീഡിയോ പകർത്തി പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തിയെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞിരുന്നു. തങ്ങളുടെ ആദ്യ ഭരണകാലത്ത് നടപ്പിലാക്കിയ തരം തീവ്ര നിലപാടുകൾ 2ാം വരവിൽ പ്രവർത്തിപ്പിക്കണമെന്നില്ല എന്ന് താലിബാൻ നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയ അന്നു മുതൽ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ താലിബാൻ നിരോധിച്ചു തുടങ്ങിയിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ വളരെ പുരോഗമനപരമായി ചിന്തിച്ചവരാണ് അഫ്ഗാൻ സമൂഹം. അന്നത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരവും ഉയർന്നതായിരുന്നു. 1994 താലിബാൻ രൂപീകൃതമായതും 1996 താലിബാൻ ഭരണം പിടിച്ചെടുത്തതുകൂടി ആണ് അഫ്ഗാന്റെ തലവര മാറിയതും.
ഒന്നിൽ ഭരണം നഷ്ടപ്പെട്ടെങ്കിലും വീണ്ടും 2021 വീണ്ടും അധികാരത്തിലെത്തി. അഫ്ഗാന്റെ ഭരണത്തിൽ നിന്നും പുറത്തായ കാലയളവിൽ പാകിസ്ഥാൻ സർക്കാരിൽ നിന്നാണ് താലിബാന് പരിശീലനവും പണവും മറ്റും സഹായങ്ങളും ലഭിച്ചിരുന്നത്. പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമാണ് താലിബാൻ അംഗങ്ങൾക്കായുള്ള മതപഠശാലകൾ നടത്തിക്കൊണ്ടിരുന്നതും. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് മെഡിക്കൽ പരിശീലനം നിരോധിച്ചുകൊണ്ട് താലിബാൻ സർക്കാർ നേരത്തെ ഡിസംബർ 2 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ഉത്തരവിൽ ഇനി മുതൽ സ്ത്രീകൾക്ക് മിഡ്വൈഫ് നഴ്സിംഗ് വിദ്യാഭ്യാസം നേടാൻ കഴിയില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. അഫ്ഗാനിലെ ആരോഗ്യ മേഖല കടുത്ത വെല്ലുവിളികൾ നേരിടുന്നതിനിടയിലായിരുന്നു സ്ത്രീകൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ താലിബാൻ ഏർപ്പെടുത്തിയതും. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി മുതൽ സ്ത്രീകൾ ക്ലാസുകളിലേക്ക് വരേണ്ടതില്ല എന്നും ഈ മേഖലയിലുള്ള വിവിധ സ്ഥാപനങ്ങൾ നിർദ്ദേശം നൽകി കഴിഞ്ഞിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിയിപ്പ് നൽകിയെങ്കിലും താലിബാൻ സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരണം നടത്തിയിട്ടില്ല എന്നും ഇവിടെ നിന്നും പരിശീലനം നേടുന്ന സ്ത്രീകൾ പറഞ്ഞിരുന്നു. രാജ്യത്ത് ആരോഗ്യ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിലായിരുന്നു താലിബാന്റെ പുതിയ നീക്കം വന്നതും. 17,000-ലധികം യുവതികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മെഡിക്കൽ പരിശീലനം നടത്തി വരുന്നതും. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നായിരുന്നു താലിബാൻ സർക്കാർ നിർദ്ദേശം നൽകിയതും. 2021 താലിബാൻ അധികാരത്തിലേറിയ സമയം മുതൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് രാജ്യത്തുണ്ടായിരുന്നത്. നിലവിൽ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസാന മാർഗമെന്നോണമാണ് ഇതിനെ താലിബാൻ തടയിടുന്നതും. സ്ത്രീകളെ ചികിത്സിക്കാൻ പുരുഷ ഡോക്ടർമാർക്ക് അനുവാദമില്ല എന്ന കാരണത്താലാണ് ഈ മേഖലയിൽ മാത്രം സ്ത്രീകൾക്ക് ഇളവ് ലഭിച്ചിരുന്നതും. രാജ്യത്ത് പ്രൊഫഷണൽ മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ എണ്ണം കുറവായതിനാൽ തന്നെ പുതിയ നിയമം നിലവിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തലും. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും ആരോഗ്യ മന്ത്രാലയത്തിലെ 2 ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി നിരോധനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുതിയ നിർദ്ദേശം അറിയിക്കുന്നതിനായി ഡിസംബർ 2 ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ സ്ഥാപന മേധാവിയുമായി കാബൂളിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയതായും അവസാന പരീക്ഷകൾ പൂർത്തിയാക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് 10 ദിവസത്തെ സഹായം നൽകേണ്ടതുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. അതേസമയം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് മേൽ താലിബാൻ ഇതാദ്യമായി അല്ല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. സെക്കൻഡറി സ്കൂൾ ചേരുന്നതിൽ നിന്ന് താലിബാൻ ഭരണകൂടം പെൺകുട്ടികളെ നേരത്തെ തന്നെ തടഞ്ഞിരുന്നു. ജോലിയിലേക്കും വിദ്യാഭ്യാസത്തിലേക്കുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനവും നിയന്ത്രിച്ചിരുന്നു. വസ്ത്രധാരണത്തിന് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് നഴ്സിംഗ് മിഡ്വൈഫറി കോഴ്സുകളിൽ ചേരുന്നതിൽ നിന്ന് സ്ത്രീകൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ താലിബാൻ ഭരണകൂടം ഒരുങ്ങിയതും. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ മുഖം പ്രദർശിപ്പിക്കുന്നതും ശബ്ദമുയർത്തുന്നതും അടക്കം നിരോധിക്കുന്ന ദുരാചാര സദാചാര നിയമം നടപ്പിലാക്കിയതോടെ തന്നെ അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹനമാവുകയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും. നിയമത്തിന്റെ 13ാം അനുച്ഛേദനം സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നും എങ്ങനെ പൊതുസ്ഥലത്ത് പെരുമാറണമെന്നും പ്രതിപാദിക്കുന്നുണ്ട്. പ്രലോഭനങ്ങൾ തടയാൻ സ്ത്രീകൾ ഇപ്പോൾ പൊതുസ്ഥലത്ത് അവരുടെ മുഖം ഉൾപ്പെടെ മുഴുവൻ ശരീരവും മറയ്ക്കണമെന്നാണ് പുതിയ നിയമം. മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുന്നത് ഒഴിവാക്കാൻ മുടിയും കഴുത്തും മാത്രം മറയ്ക്കുന്ന സാധാരണ ഹിജാബ് ഇനി അനുവദിക്കില്ല എന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. രക്തബന്ധം, വിവാഹം വഴിയുണ്ടായ ബന്ധം എന്നിവ ഇല്ലാത്ത പുരുഷന്മാരെ കാണാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല. ബന്ധമില്ലാത്ത പുരുഷന്മാരെ നോക്കുന്നത് പോലും കുറ്റകരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സ്ത്രീകൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത്, ബന്ധമില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടപഴകുന്നത് എന്നിവയെല്ലാം തന്നെ ഈ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ ലംഘിക്കുന്നതിന് ശിക്ഷയായി മുന്നറിയിപ്പ്, സ്വത്ത് കണ്ടുകെട്ടൽ, 3 ദിവസം വരെ തടവ് എന്നിങ്ങനെയുള്ള ശിക്ഷകളാണ് നൽകിയിരുന്നത്. ഈ നിയമങ്ങൾ പലതും നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നതും. എന്നാൽ ഇവയ്ക്ക് ഔപചാരികമായ അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നു. നേരത്തെ സദാചാര ലംഘനങ്ങളുടെ പേരിൽ ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കിയ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ 3 വർഷമായി അഫ്ഗാനിസ്ഥാനിൽ കണ്ടുവരുന്ന അടിച്ചമർത്തലുകൾ വർദ്ധിക്കുന്നതിന് സൂചനയായാണ് ഈ നിയമങ്ങളെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ വനിതാ വിഭാഗത്തിന്റെ അസോസിയേറ്റ് നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. ഈ നിയമങ്ങൾ പലതും നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നുവെങ്കിലും ഔപചാരികമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവ ഔപചാരികമായി നടപ്പിലാക്കുന്നു. ഇത് കഴിഞ്ഞ 3 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടിച്ചമർത്തലുകളുടെ ക്രമാനുഗമായ വർധനവിന്റെ സൂചനയാണ് എന്നും കരുതപ്പെടുന്നു. അധികാരം പിടിച്ച ശേഷം താലിബാൻ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങളുടെ തുടർച്ചയായാണ് പുതിയ സദാചാര നിയമങ്ങൾ കണക്കാക്കപ്പെടുന്നതും. 2022 പെൺകുട്ടികളുടെ 6ാം ക്ലാസ്സിനപ്പുറം വിദ്യാഭ്യാസം നേടുന്നത് താലിബാൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ മുൻപ് ഹൈസ്കൂളുകളിലും സർവകലാശാലകളിലും സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. നിയന്ത്രണം വന്നതോടെ തന്നെ 6ാം ക്ലാസ്സിന് മുകളിൽ പഠിച്ചിരുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്നു. വീട് തങ്ങൾക്കൊരു തടവറ പോലെയാണ് എന്ന് ഇത്തരത്തിൽ ബിരുദം
അല്ലെങ്കിൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു വിദ്യാർത്ഥി നേരത്തെ തന്നെ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരുന്നു. പഠനം പൂർത്തിയാക്കാൻ 1 വർഷം മാത്രം ബാക്കി നിൽക്കെയാണ് പുതിയ നിയന്ത്രണം വന്നതെന്നും അവർ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മേൽ താലിബാൻ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളും അടിച്ചമർത്തലുകളും തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.